നിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്ന ആളാണോ? അതുകൊണ്ട് പലരും നിങ്ങളെ കോൺഫിഡന്റ് ഇല്ലാത്തവനെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്ന വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ആളാണോ? നിങ്ങളുടെ വാചക കസർത്ത് കണ്ട് മറ്റുള്ളവർ നിങ്ങൾ ഒരു ലീഡർ ആകുമെന്ന് പറയാറുണ്ടോ? പക്ഷേ ഒരു വലിയ സത്യമുണ്ട്. ഇൻട്രോവേർട്ട് ആയതുകൊണ്ടോ എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ടോ ഒരാളുടെ വിജയം തീരുമാനിക്കപ്പെടുന്നില്ല. പല വിദ്യാർത്ഥികളും ഈ ഒരു തെറ്റ് ചെയ്യപ്പെടുന്നു. ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, അതിനാൽ എനിക്ക് ലീഡർഷിപ്പ് റോളുകളൊന്നും കിട്ടാനുണ്ടാവില്ല. ഞാനൊരു എക്സ്ട്രാവേർട്ടാണ്, അത് കാരണം റിസർച്ച് റോളുകൾ പോലെയുള്ളവയൊന്നും എനിക്ക് പറ്റില്ല. ഈ ചിന്താഗതിയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. പേഴ്സണാലിറ്റി എന്നത് നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ജോലി അന്തരീക്ഷം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ദിശാസൂചിക മാത്രമാണ്. കരിയർ സൈക്കോളജി പ്രധാനമായും നോക്കുന്നത് പേഴ്സണാലിറ്റിയും വർക്ക് എൻവയറമെന്റും തമ്മിലുള്ള പൊരുത്തമാണ്. ആദ്യം ഈ ഇൻട്രോവേർട്ട് ആരാണെന്ന് നമുക്ക് നോക്കാം. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുമ്പോൾ അതുവഴി ഊർജം കണ്ടെത്തുന്ന ആളുകൾ. കേൾക്കാൻ കൂടുതൽ സമയമെടുക്കും, അവർ ആഴത്തിൽ ചിന്തിക്കാൻ ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ളവർക്ക് അനുയോജ്യമായ മേഖലകൾ റിസർച്ച്, ഡേറ്റ അനലിറ്റിക്സ്, റൈറ്റിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ഡിസൈൻ, ലബോറട്ടറി സയൻസ് എന്നീ മേഖലകളൊക്കെ ആയിരിക്കും. ഇനി എക്സ്ട്രോവേർട്ട് ആരാണെന്ന് നോക്കിയാൽ ആളുകളുമായി കൂടുതൽ ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നവർ, കൂടുതൽ സംസാരപ്രിയരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം ഒരു ടീമിനെ നയിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ, കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ. ഇവർക്ക് അനുയോജ്യമായ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ ടീച്ചിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, HR, ഇവന്റ് മാനേജ്മെന്റ്, എന്റർപ്രണർഷിപ്പ് എന്നിവയൊക്കെ ആയിരിക്കും. ഇനി ആംബിവേർട്ട് ആരാണെന്ന് നോക്കിയാൽ അവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ചിലപ്പോൾ അവർ എക്സ്ട്രോവേർട്ട് ആണെന്ന് തോന്നും, മറ്റു ചിലപ്പോൾ അവർ ഒരു ഇൻട്രോവേർട്ട് ആണെന്നും തോന്നും. ഇവർക്ക് ഒരു എക്സ്ട്രോവേർട്ട് ചെയ്യുന്ന ജോലിയും ഇൻട്രോവേർട്ട് ചെയ്യുന്ന ജോലിയും ഒരുപോലെ പൊരുത്തപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഓർക്കുക, ഈ പറഞ്ഞവയൊന്നും ഒരു നിയമമോ നിയമപുസ്തകത്തിലുള്ളവയോ അല്ല. ഒരു ഇൻട്രോവേർട്ട് ഒരുപക്ഷെ ഒരു മികച്ച ടീച്ചറാകാം, അതുപോലെ ഒരു എക്സ്ട്രോവേർട്ട് ഒരു മികച്ച സയന്റിസ്റ്റുമാകാം. കാരണം കരിയർ വിജയം തീരുമാനിക്കുന്നത് പേഴ്സണാലിറ്റി മാത്രമല്ല, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, വാല്യൂസ്, വർക്ക് എൻവയറമെന്റ് എന്നിവ പൊരുത്തപ്പെടുമ്പോഴാണ്. ഹോളണ്ടിന്റെ കരിയർ സൈക്കോളജിയിൽ ഇതേ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു പൂവ് സൂര്യപ്രകാശത്തിൽ ചിലപ്പോൾ നന്നായി വിരിഞ്ഞെന്നിരിക്കും, എന്നാൽ മറ്റൊരു പൂ വിരിയുന്നത് ഒരുപക്ഷെ രാത്രിയിലോ തണുപ്പുള്ളപ്പോഴോ ആയിരിക്കാം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവയ്ക്ക് വേണ്ട അന്തരീക്ഷങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ്. കുട്ടികളുടെ കാര്യവും ഇതുപോലെയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന കുട്ടികൾ വ്യത്യസ്ത കരിയറുമായി ചിലപ്പോൾ പൊരുത്തപ്പെട്ടേക്കാം. നാളത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം വാല്യൂസ് എന്താണ്. ഒരേ ശമ്പളം കിട്ടുന്ന രണ്ട് ജോലികളിൽ ഒരാൾ സംതൃപ്തവാനും മറ്റൊരാൾ അസന്തുഷ്ടനുമാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്